ഒന്നുകിൽ മുഗൾ വംശത്തിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ, ഇവർ രണ്ടുപേർക്കും അല്ലാതെ മറ്റാർക്കും ഇന്ത്യയിലെ ഭരണം കൈയാളാൻ അവകാശമില്ല. 1888 മീററ്റിലെ ഒരു പ്രസംഗത്തിൽ ഇന്ത്യയിലെ സമുന്നതനായ ഒരു സ്വാതന്ത്ര്യ സമര നേതാവ് പറഞ്ഞ വാക്കുകളാണത്. നമ്മളൊന്ന് പോകുന്നത് ആ നേതാവിൻ്റെ കഥയിലേക്കാണ്, ആ വാക്കുകളുടെ കഥയിലേക്കാണ്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. കഥ തുടങ്ങുന്നത് 1817 1817 റായ്ബറേലി ഗ്രാമത്തിൽ മുഗൾ രാജവംശത്തിലെ കൊട്ടാരത്തിലെ സേവകനായിരുന്ന ഒരാളുടെ മകനായ അഹമ്മദ് ഖാൻ ജനിക്കുന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ അഹമ്മദ് ഖാൻ വായനയോട് അതിയായ താല്പര്യമുണ്ടായിരുന്നു, പഠിത്തത്തിനോട് അതിയായ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് പഠനം ആരംഭിക്കുന്നു. വളരെ ഡീപ്പായി അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നു. തൻ്റെ കൂടെയുള്ളവരോടും മതത്തിൻ്റെ വേലിക്കെട്ടുകളിൽ നിന്നും വെളിയിൽ വന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം, ലോകത്തെ അറിയാൻ ശ്രമിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം പിന്നീട് ബ്രിട്ടീഷ് സർവീസിൽ ഒരു ജോലിക്കായി ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സർക്കാരിൽ നല്ലൊരു ജോലി കിട്ടുന്നു. പിന്നീട് ഉയർന്ന സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു, സബ് ജഡ്ജി വരെ ആവുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ ആ സമരത്തിനെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ട എല്ലാവിധ സഹായവും അഹമ്മദ് ഖാൻ ചെയ്യുന്നു. ആ സമരത്തിന് ശേഷം അഹമ്മദ് ഖാൻ ഒരു പുസ്തകം എഴുതുന്നു, കോസസ് ഓഫ് മ്യൂട്ടിനി എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിന് എന്തൊക്കെ പിഴവുകളാണ് സംഭവിച്ചത് എന്ന് അടിവരയിട്ട് പറയുന്നു. അദ്ദേഹം പറയുന്നു, മുസ്ലിമുകളുടെയും ഹിന്ദുക്കളുടെയും സേനാ വിഭാഗങ്ങളെ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കാതായിരുന്നു. 2 പ്രത്യേക റെജിമെൻറ്റുകളായി മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. അദ്ദേഹം പേർഷ്യ ഭരിച്ചിരുന്ന നാദിർ ഷാ സുൽത്താനെ എക്സാമ്പിളായി കോട്ട് ചെയ്യുന്നു. അഫ്ഗാൻ റെജിമെൻറ്റ്, പേർഷ്യൻ റെജിമെൻറ്റ്, അങ്ങനെ 2 റെജിമെൻറ്റുകളായിരുന്നു സുൽത്താൻ കീപ്പ് ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ 1857 സ്വാതന്ത്ര്യ സമരത്തിനെക്കുറിച്ച് പഠിക്കാനും അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്ന് മനസ്സിലാക്കാനും ഒക്കെ നിയമിച്ച റോയൽ കമ്മീഷൻ കോസസ് ഓഫ് മ്യൂട്ടിനിയിൽ അഹമ്മദ് ഖാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്കമിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു. അഹമ്മദ് ഖാനെ പിന്നീട് ബ്രിട്ടീഷുകാർ സർ പദവി തൊട്ട് ഭാരത് നക്ഷത്ര അല്ലെങ്കിൽ സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ സിവിലിയന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പദവി വരെ കൊടുക്കുന്നു. 1864 അദ്ദേഹം ഒരു സ്കൂൾ ആരംഭിക്കുന്നു. 1875 ആ സ്കൂൾ മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജായി മാറുന്നു. പിന്നീട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ അലിഗഡ് സർവകലാശാലയായി മാറുന്നു. നമ്മൾ പറഞ്ഞു വന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ചാണ്. സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തിയ ഒരു വ്യക്തിയാണ്. പല രീതിയിലും, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാനീ പറഞ്ഞ പോലെ 1857 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കൂടെയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 1883 അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കളും മുസ്ലിമുകളും സഹോദരന്മാരെ പോലെയാണ്. ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ 2 വിഭാഗക്കാരും ഒരുമിച്ച് നിൽക്കുന്നതാണ്, തമ്മിലടിച്ച് പോരാടുകയല്ല വേണ്ടത്, നമ്മൾ ഒന്നിച്ചാണ് നിൽക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസംഗം അദ്ദേഹം നടത്തിയത്. എന്നാൽ 1888 5 വർഷം കഴിഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ മീററ്റിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യ ഭരിക്കാൻ ഒന്നുകിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ മുഗൾ വംശത്തിലെ രാജാക്കന്മാർ, അല്ലാതെ മറ്റൊരു റൂൾ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. ഹിന്ദുക്കൾ ഭരിക്കുന്ന ഇന്ത്യയിൽ ന്യൂനപക്ഷമായി മുസ്ലിംസിന് ജീവിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകം ഒരു രാജ്യം വേണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ശരിക്കും ഒരു 2 രാഷ്ട്രം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന തോട്ട് പ്രോസസ്സ് ആദ്യമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പറഞ്ഞ വ്യക്തി സയ്യിദ് അഹമ്മദ് ഖാനാണ്. അത് ഈ പ്രസംഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് ബ്രിട്ടീഷുകാർ ഇതെല്ലാം നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ 1857 സമരത്തിൽ തുടങ്ങി ഇങ്ങോട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്ത്യക്കാർ മൊത്തത്തിൽ സൈനികപരമായി നേരിട്ട് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായ മാർഗം ഡിവൈഡ് ആൻഡ് റൂളാണ്. ഡിവൈഡ് ആൻഡ് റൂളിൽ ഏത് വിഭാഗത്തിനെ നമ്മൾ കയ്യിലെടുക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മുസ്ലിം വിഭാഗത്തിനെ കയ്യിലെടുക്കാമെന്ന് തോന്നി. അത് വേറെ കാരണമെന്ന് പറയുന്നു, അവർ മതപരമായി ന്യൂനപക്ഷമായ ഒരു വിഭാഗമായിരുന്നു. മാത്രമല്ല തീവ്രമായ മത നേതാക്കളെ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ മത നേതാക്കളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇതിന് കീഴെ വരുന്ന ഒരുപാട് കൂട്ടം ജനങ്ങളെയും നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും. ആ ഒരു ഐഡിയോളജിയിലാണ് അവർ മുന്നോട്ട് പോയത്.
ഈ അഹമ്മദ് ഖാന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 1864 സ്കൂൾ തുടങ്ങുന്നു, 10 വർഷം കഴിഞ്ഞ് അത് കോളേജ് ആവുന്നു, പിന്നീട് അത് യൂണിവേഴ്സിറ്റി ആവുന്നു. ആ ഒരു പ്രോസസ്സിലെല്ലാം അഹമ്മദ് ഖാൻ അകമഴിഞ്ഞ സപ്പോർട്ട് ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അഹമ്മദ് ഖാനിലൂടെ വലിയൊരു മുസ്ലിം സമൂഹത്തിനെ സ്വാധീനിക്കുക, ബ്രിട്ടീഷ് ഐഡിയോളജീസ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഈ 1864 ഞാൻ സ്കൂൾ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, അത് യൂണിവേഴ്സിറ്റി ആയപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യമായ അഹമ്മദ് ഖാന് മുന്നോട്ട് വെച്ചൊരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഒരു നല്ല മികച്ച സർവകലാശാലയിൽ നിന്നും ഇവിടുത്തെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായിട്ട് ഒരു മികവുറ്റ പ്രൊഫസറെ ഞങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു. അവരത് കൊണ്ടുവരികയും ചെയ്തു. തിയോഡർ ബക്ക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു, അലിഗഡ് സർവകലാശാലയിൽ പഠിക്കുന്നു. പക്ഷേ തിയോഡർ ബക്കിനെ കൊണ്ടുവന്നതിൽ ബ്രിട്ടീഷുകാർക്ക് വേറെ പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഈ പേര് വളരെ പ്രോമിനൻ്റ് ആയ ഒരു പേരാണ്, ഓർത്തു വച്ചിരിക്കുക. കാര്യം ഇനി നമ്മൾ പറയാൻ പോകുന്ന കഥയിൽ ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റിൽ വെച്ച് തിയോഡർ ബക്ക് എന്നുള്ള പേര് വീണ്ടും വരും. അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എഡ്യൂക്കേഷനിൽ വലിയ ചേഞ്ച് വരുത്താനായിട്ട് അഹമ്മദ് ഖാന് സാധിക്കുന്നു. ആദ്യമൊക്കെ ഇംഗ്ലീഷ് പഠനത്തോടും സ്കൂളിനോടും കോളേജിനോടും ഒക്കെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതൊരു നോമായി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുകയും പിന്നെ വിദ്യാഭ്യാസം കിട്ടാനായി യൂണിവേഴ്സിറ്റികളിൽ ചേർന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. കാലം മുന്നോട്ട് പോയി. 1905 ബംഗാൾ വിഭജനം നടക്കുന്നു. ഇന്ത്യയെ ഏറെ മുറിവേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു ബംഗാൾ വിഭജനം. ഞാൻ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ബംഗാൾ വിഭജനം നടക്കുകയും ആൾക്കാർ കംപ്ലീറ്റ്ലി ഒരു പ്രൊട്ടസ്റ്റ് മോഡിലോട്ട് പോവുകയും ചെയ്തു. ഈ പ്രൊട്ടസ്റ്റ് മോഡിലോട്ട് പോകുമ്പോൾ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രൊട്ടസ്റ്റ് മോഡിൽ ലീഡർഷിപ്പ് കൊടുക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അകത്ത് 2 തട്ടിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് മിതവാദികൾ, ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ളവർ, ഒന്ന് തീവ്രവാദികൾ, ബാലഗംഗാധര തിലകനെ പോലുള്ളവർ. തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ ടെററിസ്റ്റുകളെന്നല്ല, തീവ്രമായ ആശയമുള്ളവരെന്നാണ് അർത്ഥം. അപ്പോൾ ഈ 2 വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മിതവാദികളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരെല്ലാം പെറ്റീഷൻ കൊടുക്കുക, പിന്നെ അല്ലെങ്കിൽ സമവായത്തിലൂടെ പരിഹരിക്കുക എന്നുള്ളൊരു മോഡലായിരുന്നു. ബ്രിട്ടീഷുകാർ ചുമ്മാ ആളെ പറ്റിക്കാനായിട്ട് ഇതൊക്കെ പറയുമെന്നുണ്ടെങ്കിൽ അവർക്ക് സമവായത്തിലൂടെ ഒരു പരിഹാരവും തരാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് സമരം കഴിഞ്ഞപ്പോൾ ആൾക്കാരെ ശരിക്കും, ഈ വിഭജനം കഴിഞ്ഞപ്പോൾ ആൾക്കാരെ ശരിക്കും മനം മടുപ്പിക്കുന്ന ഒരു സ്റ്റേജിലെത്തി. ഇത്രയും കാലം നമ്മൾ ഈ പിന്നെ പെറ്റീഷനും മറ്റൊന്നും കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. വിഭജനം നടക്കുകയും ചെയ്തു. ഇന്ത്യ 2 കീറി മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തെരുവിലിറങ്ങി പ്രക്ഷോഭത്തിൽ ഏർപ്പെടണം എന്ന അപ്രോച്ചായിരുന്നു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും. ആ അപ്രോച്ചിനോട് സപ്പോർട്ട് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി ആയിരുന്നു വലതുപക്ഷ വാദികൾക്ക് അല്ലെങ്കിൽ തീവ്രവാദികൾക്ക്. അപ്പോൾ സ്വാഭാവികമായും അവർ മുന്നോട്ടിറങ്ങുന്നു, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. പക്ഷേ ബ്രിട്ടീഷ് പട്ടാളം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദികളായി നിൽക്കുന്ന ആൾക്കാരുടെ മെയിനായിട്ടുള്ള ലീഡേഴ്സിനെ എല്ലാം എടുത്ത് ജയിലിലടച്ചു. അപ്പോൾ ഏതാണ്ട് നാഥനില്ലാ കളരി പോലത്തെ ഒരു അവസ്ഥയായി ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം. ഭയങ്കരമായ ലൂട്ടിങ് ഉണ്ടായി. ഈ പ്രക്ഷോഭത്തിലൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ ലൂട്ട് ചെയ്യുന്നത്. അവർക്കും ഇൻ്റർനാഷണൽ കോൺഗ്രസ് നമ്മൾ യാതൊരു ബന്ധവും കാണില്ല. പക്ഷേ എൻ്റെ റിസൾട്ട് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഫോക്കസ്ഡ് ആയിട്ടുള്ള ലക്ഷ്യമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 1906 മിൻറ്റോ മോർലി പരിഷ്കാരം എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാർ പുതിയൊരു ഭരണ പരിഷ്കാരം കൊണ്ടുവരുന്നത്. ഇത് ബംഗാൾ വിഭജനം കഴിഞ്ഞ് ഇന്ത്യക്കാരെ ഒന്ന് തണുപ്പിക്കാനുള്ള പരിപാടികളുടെ ഭാഗമായിരുന്നല്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഗുണമുള്ള കാര്യം ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. 1906 ആ മിൻറ്റോ മോർലി പരിഷ്കാരം 2 ഓഫീസേഴ്സാണ്. അവർക്ക് ഒരു റിക്വസ്റ്റ് കിട്ടുന്നു, മുസ്ലിംസിന് പ്രത്യേകമായ ഇലക്ഷൻസ് വേണം, ഇലക്ട്രേറ്റ്സ് വേണം എന്നുള്ള ഒരു വാദം വരുന്നു. ഈ വാദം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തിയോഡർ ബക്ക് എന്ന് പറയുന്ന ആ ഓഫീസർ, അദ്ദേഹം സമുന്നതനായ മുസ്ലിം നേതാക്കളെയെല്ലാം ഒരു ദിവസം സിംലയിലോട്ട് വിളിക്കുന്നു. സിംലയിലോട്ട് വിളിച്ചതിന് ശേഷം വൈസ്രോയെ കാണാം. ആദ്യം മുസ്ലിം നേതാക്കളോട് പറയുന്നു, നിങ്ങൾ ന്യൂനപക്ഷമാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളിപ്പോൾ വൈസ്രോയിലെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും, പുതിയ ഭരണപരിഷ്കാരങ്ങൾ വരാൻ പോവുകയാണ്, അത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക തുടങ്ങിയ ഒരു അജണ്ട അദ്ദേഹം ഇവരുടെ മനസ്സിലോട്ട് ഏൽപ്പിക്കുന്നു. ഇവർ ഇത് സ്വീകരിക്കുകയും വൈസ്രോയിലെടുത്ത് അങ്ങനെ ഒരു നിവേദനം കൊടുക്കുകയും ചെയ്യുന്നു, മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന വേണം എന്നുള്ള രീതിയിൽ. അത് വൈസ്രോയ് അംഗീകരിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി മതം കയറി വരുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ. മുസ്ലിം ലീഗ് തുടങ്ങിയതും ആ വർഷം തന്നെയായിരുന്നു. പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ സ്പ്ലിറ്റ് വന്നപ്പോൾ 2 സെപ്പറേഷൻ ഉണ്ടായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പാകിസ്ഥാൻ മുസ്ലിം ലീഗും 2 ഉണ്ടായി. പക്ഷേ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്
1906 മിന്റോ മോർലി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു. തിയോഡർ ബക്ക് എന്താണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കുന്നു. ഭരണപരമായി 2 രീതിയിലുള്ള ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നീട് ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തു. അത് വേറൊരു സ്റ്റോറി, ഞാൻ വേറൊരു കഥയിൽ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള മുറിവ് ജനങ്ങളിലേക്ക് ഇൻഫ്ലിക്റ്റ് ചെയ്യാനായിട്ട് ഈ എൻ്റയർ പ്രോസസ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ എന്താണോ ഉദ്ദേശിച്ചത് അത് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെയിം പ്രോസസ്സ് ഹിന്ദു നേതാക്കന്മാരുടെ അടുത്തും പറ്റുന്നുണ്ടായിരുന്നു. ചില സെക്റ്റുകളുള്ള ഹിന്ദു നേതാക്കന്മാരെ കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ട് അവരെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കാം, നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ അത് ചെയ്യുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ സക്സസ് ആവാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കൾ മൊത്തം ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് ആത്മീയ നേതാക്കന്മാരുടെ കീഴിലല്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ആയിരുന്നുവെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇത് സക്സസ് ആയാണ്. ഞാൻ പറഞ്ഞു വന്നത് സയ്യിദ് അഹമ്മദ് ഖാൻ്റെ കഥയായിരുന്നു. ഈ സയ്യിദ് അഹമ്മദ് ഖാൻ പിന്നീട് 1888 കഴിഞ്ഞപ്പോൾ തീവ്ര വർഗീയ പക്ഷം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്യുന്നത് മോശമാണ്, ചെയ്യാൻ പാടില്ല, വന്ദേ മാതരം ഒരു വർഗീയമായ മുദ്രാവാക്യമാണ്, നിങ്ങൾ അമ്പലങ്ങളിൽ പോകാൻ പാടില്ല, നിങ്ങൾക്ക് മത നിയമാവലിക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന വാദത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ തുടങ്ങിയ സയ്യിദ് അഹമ്മദ് ഖാൻ എന്നാലും മതത്തിൻ്റെ വെളിയിൽ വന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം, ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരുപോലെ നിൽക്കണം എന്നുള്ള ഒരു അപ്രോച്ചിൽ നിന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയപ്പോഴത്തേക്കും തീവ്രമായ മുസ്ലിം ഫോക്കസ്ഡ് എൻറ്റിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായി മാറി. അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഹിന്ദു സംഘടനയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിം എഡ്യൂക്കേഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു ആംഗിളിൽ ചെയ്യുകയുണ്ടായി. പക്ഷേ എല്ലാ മുസ്ലിംസും ഇദ്ദേഹത്തിന് സപ്പോർട്ടൊന്നുമല്ലായിരുന്നു. ബദറുദ്ദീൻ തായിബ്ജി, RK സയാനി, മൗലാന അബ്ദുൽ കലാം ആസാദ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇദ്ദേഹത്തിൻ്റെ നയങ്ങൾക്ക് തീരെ എതിരായിരുന്നു. മദൻ മോഹൻ മാളവ്യ ഹിന്ദുവാണ്, പക്ഷേ മുസ്ലിം സൈഡിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ ഇദ്ദേഹത്തിന് എതിരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആദ്യവാദമായ 2 നേഷൻ തിയറിക്ക് എതിരായിരുന്നു മുഹമ്മദ് അലി ജിന്ന വരെ. കാര്യം അവരെല്ലാം വിശ്വസിച്ചിരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കുമായിട്ട് ഈ രാജ്യത്ത് സമാധാനപരമായി താമസിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം കീപ്പ് ചെയ്തിരുന്നു അവരെല്ലാം. പക്ഷേ അഹമ്മദ് ഖാൻ മറ്റൊരു ലൈൻ ഓഫ് തോട്ടായിരുന്നു. അങ്ങനെ 1900 മിന്റോ മോർലി റിഫോംസ് വരുന്നു. പിന്നീടാണ് ഈ മിന്റോ മോർലി റിഫോംസ് വന്നതിന് ശേഷമാണ് ഈ 1-ാം ലോക മഹായുദ്ധം വരുന്നത്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് എൻറ്റിറ്റീസ് പിന്നീട് വരികയുണ്ടായി. പക്ഷേ ഈ മതം പൊളിറ്റിക്സിൻ്റെ അകത്തോട്ട് വരികയും പിന്നീട് വന്ന ഓരോ എലമെൻസിലും ഈ മതം വളരെ സോളിഡായിട്ടുള്ള റോള് പ്ലേ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഭാഗത്തും ഹിന്ദുക്കളും മുസ്ലിമുകളും പിന്നീട് കൂടുതൽ മതത്തിനെ പറ്റി ചിന്തിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു സ്ഥലത്ത് പൊതുവായ സമര രീതികളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒന്ന് കിതയ്ക്കുന്ന സ്റ്റേജിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 1915 ജനുവരി 9 മുംബൈയിലെ അപ്പോളോ ബന്ദർ തുറമുഖം ഒരു കപ്പൽ ആ തുറമുഖത്തിലോട്ട് അടുക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഗതി അവിടെ നിന്നോട്ട് അങ്ങോട്ട് മാറുകയായിരുന്നു. ആ കഥ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ.